ഹായ് എവ്രിവൺ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്രമല്ല ഞാൻ കുറച്ച് എക്സ്ക്യൂസ് ചെയ്യണം, എൻ്റെ ശബ്ദം എനിക്ക് പനിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ വീഡിയോസൊന്നും വന്നിട്ടില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വയ്യ, എന്നാലും ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാര്യം, എനിക്ക് ചിങ്കാരി കളക്ഷൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റ പേജിൽ നിന്ന് ഒരു പാർസൽ, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ചിങ്കാരി കളക്ഷൻസിനെ പറ്റിയിട്ട് ശരിക്കും ഞാൻ പറയണം, കാരണം ഞാൻ കുറേ ആയിട്ട് അവരുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ല സാരീസിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു പേജാണ്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കുറേ അധികം ഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. പലതും ഞാനിങ്ങനെ ഓർഡർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അഗൈൻ വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്യും പുതിയ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പം നിങ്ങളും ഡു ചെക്ക് ദ പേജ് ചിങ്കാരി കളക്ഷൻസ്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ അവരുടെ അടുത്ത് നിന്ന് വന്ന പാർസൽ അൺബോക്സ് ചെയ്യാണ്. നമുക്ക് എന്ത് സാരിയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ശരി, റെഡിയല്ലേ? ഞാനൊരു കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു പാർസലാണ് ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. കണ്ടിട്ട് സൂപ്പർ എക്സൈറ്റഡ്. ഓ മൈ ഗോഡ്, സീ ദിസ്. ഇത് കളർ ശരിക്കും നിങ്ങൾക്കിതിൽ റെഡായിട്ടാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതൊരു മെറൂൺ ബനാറസി കൈൻഡാണ് കേട്ടോ. സോറി ആ സൗണ്ട്. ഓ മൈ ഗോഡ്, എൻ്റെ ഫേവറേറ്റ് കളർ ഇതല്ല കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന കളർ ഇതല്ല. ഞാൻ എൻ്റെ റിയൽ കളർ ഞാനിതിൽ ഇടാം. പക്ഷെ ഇപ്പം എനിക്കിതിൽ കാണുമ്പം മേ ബി ലൈറ്റിങ്ങിൻ്റെ ആയിരിക്കാം, ഈ ഒരു എൻ്റെ ഷെയ്ഡ് വരുമ്പോൾ ഉള്ളൊരു കളറില്ലേ, അതാണ് കേട്ടോ കൈൻഡ് ഓഫ് കളർ. എൻ്റെ ആ ഒരു ഷാഡോ വരുന്നൊരു കളറുണ്ടല്ലോ, അതാണ് ശരിക്കും ഈ സാരീൻ്റെ കളർ. ബ്യൂട്ടിഫുൾ ബർഗണ്ടി ആണോ മറൂൺ ആണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സച്ച് ബ്യൂട്ടിഫുൾ സാരി. ഓക്കെ, ഞാൻ തുറന്ന് നോക്കാം. ഓ മൈ ഗോഡ്, ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. സോ ഇതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. യെസ്, സെയിം ആണ്, പക്ഷെ പ്ലെയിനിൽ ചെറിയ ചെറിയ ബൂട്ടാസാണ് ബ്ലൗസിൻ്റെത്. സാരിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ ഓവർ ഈ സെയിം തന്നെയാണ്, ബൂട്ടാസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഗോൾഡൻ സ്ട്രൈപ്സ് മൊത്തം ബോഡി പോകുന്നുണ്ട്. സോ ഓക്കെ, ബ്ലൗസ് പീസ് ഇസ് സെപ്പറേറ്റ്. ഓക്കെ, സി, ഇതാണ് ബ്ലൗസ് പീസ്. ഓക്കെ, ഓ മൈ ഗോഡ്, സോ പ്രിറ്റി, സോ പ്രിറ്റി. ശരിക്കും റെഡ് അല്ല, മറൂണിഷ് ബർഗണ്ടി കൈൻഡ് ഓഫ് കളറാണ്. മറൂൺ തന്നെയാണ്, മറൂൺ. ഓ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓക്കെ, സോ ഓക്കെ, ബാക്ക് സൈഡ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. ആൻഡ് വൺസ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഐ സ്റ്റൈൽ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ് ടു യു. ഇത് എനിക്കിന്ന് കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളെ ഇതൊരു അൺബോക്സിംഗ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ പോലും അല്ല, ഞാൻ പുറത്താണുള്ളത്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ സാരിയും കൂടെ മുഴുവൻ കാണിക്കാം. ഓക്കെ, സോ സാരി ഞാൻ പല്ലുവാണ് തപ്പുന്നത്. സാരിൻ്റെ പല്ലു, യെസ്, കിട്ടി. ഓക്കെ, സാരിൻ്റെ പല്ലു എന്ന് പറയുന്ന ക്രഷ്ഡ് കൈൻഡ് ഓഫ് പല്ലുവാണ്. നമ്മൾ ക്രഷ്ഡ് ക്ലോത്ത് പറയില്ലേ, സോ ക്രഷ്ഡാണ് ഇതിൻ്റെ പല്ലു വരുന്നത്, പല്ലു പോർഷൻ. ബാക്കി ഹോൾ ബോഡി ഇസ് ബൂട്ടാസും ഈ ഗോൾഡൻ സ്ട്രൈപ്സുമാണ് വരുന്നത്. വെരി പ്രിറ്റി കളർ. സീരിയസ്ലി എനിക്കിത് എത്രയും പെട്ടെന്ന് ബ്ലൗസ് ഇടാൻ മതി എന്ന് തോന്നുകയാണ്. അത്ര ഭംഗിയുണ്ട് കേട്ടോ. ആൻഡ്
Thank you so much, Shingari Collections, for sending me this saree. ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഐ വിൽ ബി സെൻഡിങ് യു ദ പിക്സ്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാ പേരും ഡെഫിനറ്റ്ലി ഷിങ്കാരി കളക്ഷൻസ് ഇൻസ്റ്റ പേജ് ചെക്ക് ചെയ്യണം. ദേ ഹാവ് വെരി ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് സാരീസ്. അപ്പോൾ ഇത്രയും വയ്യ, എനിക്ക് പനിയാണ്, തൊണ്ട വയ്യ, എന്നിട്ട് ഞാൻ വന്നതിൽ ഐ എം സോ ഹാപ്പി ദറ്റ് ഐ വാസ് ഏബിൾ ടു ഷോ യു ഗൈസ് ദിസ് ബ്യൂട്ടിഫുൾ സാരി. സോ എല്ലാവരും ചെക്ക് ചെയ്യാം ആൻഡ് ഷിങ്കാരി കളക്ഷൻസിൽ നിന്ന് ഇതുപോലെ നല്ല നല്ല സാരീസൊക്കെ ഓർഡർ ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി എന്നെയും കീപ് മീ ലുക്ഡ് സോ ദാറ്റ് ഐ വിൽ ബി ഓൾസോ ലൈക്ക് അവെയർ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തൊരു പേജ് ഇഷ്ടമായി എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് എല്ലാവരും ഒരു കാര്യം, മഴയാണ് ഓൾ ഓവർ കേരള, എല്ലായിടത്തും മഴ, മരങ്ങൾ വീണു, ലൈൻ കമ്പി പൊട്ടി, സോ ഷോക്ക് ഇതൊക്കെയാണ്. അതുകൊണ്ട് വളരെയധികം കെയർഫുള്ളായിരിക്കുക. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നവർ ഹെവി റെയിൻ ആൻഡ് വിൻഡൊക്കെ ഉള്ളപ്പോൾ കഴിയുന്നതും ഡ്രൈവ് ചെയ്യാണ്ട് കാറോ അല്ലെങ്കിൽ ബൈക്കോ ആണെങ്കിലും ഒതുക്കി നിർത്തുക. ആൻഡ് ദയവ് ചെയ്ത് മരങ്ങളുടെ ചോട്ടിലൊന്നും അധികം ഒതുക്കി നിർത്തരുത്. കാരണം ഈ കൊമ്പൊക്കെ ഒടിഞ്ഞ് വീഴുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി സേഫ്. മഴയത്ത് കഴിയുന്നതും എന്താ പറയുക, അധികം വെറുതെ റോഡിലേക്ക് ഇറങ്ങാണ്ട് വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പലയിടത്തും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റീൻ്റെ ഒക്കെ കുറേ പാവക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോ ആവശ്യമില്ലാണ്ട് തന്നെ ഫിക്സ് ചെയ്യാനൊന്നും നിൽക്കരുത്. അഥവാ പവർ കട്ടോ അല്ലെങ്കിൽ ട്രിപ്പോ അങ്ങനെ ആയാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് അറിയുന്ന ആൾക്കാരെ കൊണ്ട് നോക്കിപ്പിക്കുക. സോ ബി സേഫ്. ഓക്കെ, ബൈ.